യെസ്, അങ്ങനെ മറ്റൊരു മത്സരം കൂടി അവസാനിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഒരു മത്സരമുള്ളൂ എന്ന് തന്നെ പറയണം. ആ ഒരു സമയത്താണ് ഒരു സമനിലയോടെ നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്തായാലും വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ 2 ഗോൾ അടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വീക്കായി പോയി കളി. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. എന്തായാലും അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പെനാൽറ്റി കിട്ടേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നോവ ബോൾ കൊണ്ട് പോകുന്നു. അതായത് ഐമൻ്റെ ഒരു ബാക്ക് പാസ്, അത് ഒഡീഷയുടെ ഒരു ഡിഫൻഡർ അദ്ദേഹത്തിൻ്റെ കാല് വെച്ച് നോവയെ ഫൗൾ ചെയ്യുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കാണാൻ പറ്റും, റഫറിക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ബട്ട് അത് റഫറി പെനാൽറ്റി കൊടുത്തില്ല എന്ന് തന്നെ പറയും. അത് ഉറപ്പായിട്ടും ഒരു പെനാൽറ്റി തന്നെയായിരുന്നു. നമ്മൾ ഉറപ്പായിട്ടും പെനാൽറ്റി കിട്ടേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. എങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. കാരണം അവർക്കും പെനാൽറ്റി കിട്ടേണ്ട പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഡ്രിഞ്ചിച്ചും നമ്മുടെ നവാച്ചും കൂടെ കുറേ ഒരു പ്ലെയറിനെ, റഹീം അലി എന്ന് പറയുന്ന പ്ലെയറിനെ അവർ പിടിച്ചു വെച്ച ഒരു സംഭവം, അത് പെനാൽറ്റി ബോക്സിനകത്ത് വെച്ചായിരുന്നു. അതാണ്ടൊക്കെ തൊട്ടടുത്ത് വെച്ചായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റു പല ഫൗൾസും അതിൻ്റെ ഇടയ്ക്ക് നടന്നിരുന്നു അടുത്തായിട്ടൊക്കെ വെച്ച്. സോ എന്തായാലും എന്താ പറയുക, രണ്ടിടത്തും പെനാൽറ്റി കിട്ടേണ്ട സംഭവം ഉണ്ടായിരുന്നു. 2 പേരും ജയിക്കേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇടയ്ക്കായിട്ടൊരു മിഡ് ഒരു 45 സെക്കൻഡ് ഉണ്ടല്ലോ, ഒരു അവസാന 15-ൻ്റെയും ആദ്യത്തെ 15-ൻ്റെയും ഒരു 45 മിനിറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ കളിച്ച് ഒഡീഷ തന്നെയാണ്. സോ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് 2 ടീമും കളിച്ചിരിക്കുന്നത്. ബട്ട് നമുക്കൊരു വിജയം വേണമായിരുന്നു, നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പെനാൽറ്റിയെ കുറിച്ച് അങ്ങ് വിട്ടേക്ക്. കാരണം ആ ഒരു പെനാൽറ്റി എന്ന് പറയുന്നത് അപ്പുറത്തും കിട്ടേണ്ട പല അവസരങ്ങളും റഫറി വിളിച്ചിട്ടില്ല. സോ ഇവിടെയും വിളിച്ചില്ല എന്നുള്ളൂ. വേണമെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. ഫസ്റ്റ് ടച്ച് ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ ചിലപ്പം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, പെനാൽറ്റി വെച്ച് ഇനി ആൾക്കാർ തൂങ്ങേണ്ട ആവശ്യമില്ല. കാരണം സമനിലയായി ആ ഒരു രീതിയിൽ അങ്ങ് വിട്ടേക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.